Radio Lime News Update. Brought to you by Joy Alucas, world's favorite jeweler. London നഗരത്തിലെ ഏറ്റവും വലിയ ജ്വല്ലറി ഷോറൂം 1 and 2 Carlton Terrace, Green Street, London. നമസ്കാരം, ലൈം ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. വാർത്തകളുമായി അരുൺ. പൊതുതെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ടോറി പാർട്ടിയിലെ കാലുമാറ്റം തുടരുന്നു. മുൻ കൺസർവേറ്റീവ് MP മാർക്ക് ലോഗൻ അടുത്ത പൊതുതെരഞ്ഞെടുപ്പിൽ ലേബറിനെ പിന്തുണയ്ക്കുന്നതായി പറഞ്ഞു. ബ്രിട്ടീഷ് ജീവിതത്തിൽ ശുഭാപ്തി വിശ്വാസം തിരികെ കൊണ്ടുവരാൻ ലേബർ പാർട്ടിക്ക് കഴിയുമെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. നേരത്തെ 2 MPമാരായ നതാലി എഫിക്കും ഡാൻ പോൾട്ടറും ഈ മാസം ആദ്യം ലേബറിൽ ചേരുന്നതിനായി ടോറി പാർട്ടി വിട്ടിരുന്നു. കൂടാതെ അച്ചടക്ക ലംഘനത്തിന് സസ്പെൻഡ് ചെയ്യപ്പെട്ട MP ലൂസി അലൻ പാർട്ടി വിട്ട് എതിരാളികളായ റീഫോം പാളയത്തിലെത്തി. തന്റെ സീറ്റിൽ മത്സരിക്കാത്ത ലൂസി അലൻ തന്റെ മണ്ഡലത്തിലെ റീഫോം പാർട്ടി സ്ഥാനാർത്ഥിയെ പിന്തുണയ്ക്കുകയായിരുന്നു. ടെൽഫോർഡിന്റെ സ്ഥാനമൊഴിയുന്ന MP-യായ ലൂസി അലൻ മണ്ഡലത്തിലെ അടുത്ത MP-യാകാൻ എതിരാളിയായ റീഫോം പാർട്ടിക്ക് വേണ്ടി നിലകൊള്ളുന്ന അലൻ ആഡംസിനെ പിന്തുണയ്ക്കുന്നതായി എക്സിൽ കുറിച്ചു. ഒരു പതിറ്റാണ്ട് മുമ്പ് താൻ ചേർന്ന പാർട്ടിയിൽ നിന്ന് ഇപ്പോൾ ടോറി പാർട്ടിയെ തിരിച്ചറിയാൻ കഴിയുന്നില്ലെന്ന് മാർക്ക് ലോഗൻ പറയുന്നു. 2019 ലോഗൻ തന്റെ സീറ്റ് വെറും 378 ഭൂരിപക്ഷത്തിൽ വിജയിച്ചു. ഇത് രാജ്യത്തെ ഏറ്റവും നാമമാത്രമായ ഒന്നായിരുന്നു. കലയുടെ മാമാങ്കമായ മേളപ്പെരുമ 2 കളിവിളക്ക് തെളിയാൻ ഇനി ദിവസങ്ങൾ മാത്രം. നവതാര സ്കൂൾ ഓഫ് മ്യൂസിക് ലണ്ടന്റെ ആഭിമുഖ്യത്തിൽ കലയുടെ മാമാങ്കമായ മേളപ്പെരുമ 2 ലണ്ടനിലെ ഹാരോയിൽ ജൂൺ 8 അരങ്ങുണരും. പൂരത്തിന്റെ നിറച്ചാർത്തുമായി സിരകളെ ത്രസിപ്പിക്കുന്ന നാദവിസ്മയവും തീർക്കാൻ മട്ടന്നൂർ ശങ്കരൻകുട്ടിമാരാരും മക്കളും ഒപ്പം ചലച്ചിത്ര താരം ജയറാമും എത്തുമ്പോൾ ഭാവരാഗ താളലയവുമായി മലയാളത്തിന്റെ വാനമ്പാടി KS ചിത്ര നയിക്കുന്ന അത്യുഗ്രൻ സംഗീത നിശയും അരങ്ങേറും. ലേബർ അധികാരത്തിലെത്തിയാലും കെയർ വർക്കർമാരുടെ ഡിപ്പെൻഡൻസിന് രക്ഷയില്ല. ലേബർ പാർട്ടി അധികാരത്തിലെത്തിയാലും കുടിയേറ്റ നിയന്ത്രണത്തിൽ വലിയ വിട്ടുവീഴ്ചകൾ ഉണ്ടാകാൻ പോകുന്നില്ലെന്ന് സൂചന നൽകി പാർട്ടി ആരോഗ്യ വക്താവ്. കൺസർവേറ്റീവ് ഗവൺമെന്റ് നടപ്പാക്കിയ നിയമങ്ങൾ തിരുത്താനോ ഹെൽത്ത് കെയർ ജോലിക്കാരുടെ വിദേശ ആശ്രിതരെ ബ്രിട്ടനിലേക്ക് പ്രവേശിപ്പിക്കാനോ സാധിക്കില്ലെന്ന് ഷാഡോ ഹെൽത്ത് സെക്രട്ടറി വെസ്റ്റ് ട്രീറ്റിംഗ് പ്രഖ്യാപിച്ചു. വിദേശ ജീവനക്കാരാണ് പല തലമുറകളായി NHSനെ കെട്ടിപ്പടുത്തുന്നത്. ഇവരെ ലഭിച്ചത് UK-യുടെ ഭാഗ്യമാണ്. എന്നാൽ അന്താരാഷ്ട്ര വിദ്യാർത്ഥികളെയും വിദേശ ജോലിക്കാരെയും അമിതമായി ആശ്രയിക്കുന്ന രീതിയിലേക്ക് സേവനം മാറി വെസ്റ്റ് ട്രീറ്റിംഗ് കുറ്റപ്പെടുത്തി. മാർച്ചിലാണ് ഉയർന്ന തോതിലുള്ള നിയമപരമായ കുടിയേറ്റം നിയന്ത്രിക്കാൻ ഡിപ്പെൻഡൻസിനെ കൊണ്ടുവരുന്നതിന് വിലക്ക് ഏർപ്പെടുത്തിയത്. ഇനി നാട്ടിലെ വാർത്തകൾ. മെയ് 31 സംസ്ഥാനത്ത് ഇന്ന് ജീവനക്കാരുടെ കൂട്ടവിരമിക്കൽ. ഒറ്റയടിക്ക് പടിയിറങ്ങുക 16,000-ഓളം ജീവനക്കാർ. സംസ്ഥാനത്ത് ഇന്ന് ജീവനക്കാരുടെ കൂട്ടവിരമിക്കൽ. 16,000-ഓളം ജീവനക്കാരാണ് സർവീസിൽ നിന്നും വിരമിക്കുന്നത്. കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നിലനിൽക്കെ വിരമിക്കുന്നവർക്ക് ആനുകൂല്യങ്ങൾ നൽകാൻ 9,000 കോടിയോളം സർക്കാർ കണ്ടെത്തേണ്ടി വരും. പെൻഷൻ പ്രായം കൂട്ടുമെന്ന അഭ്യൂഹങ്ങൾ ഏറെ നാളായി ശക്തമായിരുന്നു. പക്ഷേ ഇത്തവണയും സർക്കാർ നയപരമായ ആ തീരുമാനം എടുത്തില്ല. ആനുകൂല്യങ്ങൾക്കായി ഭീമമായ തുക കണ്ടെത്തേണ്ട സാഹചര്യത്തിൽ പെൻഷൻ പ്രായം കൂട്ടാൻ പലതരത്തിലെ ആലോചനകളുണ്ടായിരുന്നു. കൂട്ടിയാൽ യുവജനങ്ങളുടെ എതിർപ്പ് കണക്കിലെടുത്താണ് വേണ്ടെന്ന് വെച്ചത്. വിവിധ വകുപ്പുകളിൽ നിന്ന് ഇന്ന് പിരിയുന്നത് 16,000-ഓളം ജീവനക്കാരാണ്. ആനുകൂല്യങ്ങൾ നൽകാൻ 9,000 കോടി കണ്ടെത്തേണ്ടതാണ് വലിയൊരു പ്രശ്നം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിവേകാനന്ദ പാറയിലെ ധ്യാനത്തിന്റെ ആദ്യ റിപ്പോർട്ടുകൾ പുറത്ത്. കന്യാകുമാരി വിവേകാനന്ദ സ്മാരകത്തിൽ ധ്യാനം തുടർന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 45 മണിക്കൂർ ധ്യാനവുമായി ബന്ധപ്പെട്ട ആദ്യ റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. ഇന്നലെ 7:30-യോടെയാണ് ധ്യാനം തുടങ്ങിയത്. കാവ്യ വസ്ത്രം ധരിച്ചാണ് ധ്യാനത്തിലിരിക്കുന്നത്. രാത്രി ചൂടുവെള്ളം മാത്രമാണ് പ്രധാനമന്ത്രി കുടിച്ചത്. പ്രത്യേക മുറി ഒരുക്കിയിരുന്നെങ്കിലും ഉപയോഗിച്ചില്ല. ധ്യാനമണ്ഡപത്തിൽ നിലത്താണ് പ്രധാനമന്ത്രി കിടന്നത്. വിവേകാനന്ദ സ്മാരകത്തിലേക്ക് സന്ദർശകർക്ക് വിലക്കുണ്ട്. പുലർച്ചെ സൂര്യോദയം കണ്ട ശേഷം പ്രാർത്ഥനയിലേക്ക് കടന്നു. നാളെ ഉച്ചയ്ക്ക് ശേഷം ധ്യാനം അവസാനിപ്പിച്ച് തിരുവനന്തപുരം വഴി ഡൽഹിക്ക് മടങ്ങും. തീരത്തെ ഭഗവതി അമ്മൻ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷമാണ് ഇന്നലെ 6 മണിക്ക് വിവേകാനന്ദ എന്ന ബോട്ടിൽ പ്രധാനമന്ത്രി വിവേകാനന്ദ സ്മാരകത്തിലേക്ക് തിരിച്ചത്. കന്യാകുമാരിയിൽ ഹെലികോപ്റ്ററിൽ വന്നിറങ്ങിയ പ്രധാനമന്ത്രി ഗസ്റ്റ് ഹൌസിൽ വസ്ത്രം മാറി വെള്ളമുണ്ടും മേൽമുണ്ടും അണിഞ്ഞാണ് പുറത്തേക്ക് വന്നത്. ക്ഷേത്രത്തിലെത്തിയ പ്രധാനമന്ത്രിയെ പൂജാരിമാർ പൂർണ്ണകുംഭം നൽകി സ്വീകരിച്ചു. കന്യാകുമാരി ദേവിയുടെ ചില്ലിട്ട ചിത്രവും പ്രധാനമന്ത്രിക്ക് സമ്മാനിച്ചു. KSRTC ബസ്സിൽ ജനിച്ച കുഞ്ഞിന് സമ്മാനവുമായി ഗണേഷ് കുമാർ. ഡോക്ടർമാർക്കും നഴ്സുമാർക്കും അനുമോദനം. KSRTC ബസ്സിലെ പ്രസവമെടുത്ത ഡോക്ടർമാർക്കും നഴ്സുമാർക്കും മന്ത്രി KB ഗണേഷ് കുമാറിന്റെ അനുമോദനം. തൃശൂർ DTO ഉപായതിന്റെ നേതൃത്വത്തിൽ അമല ആശുപത്രിയിലെത്തി ഇവരെ അനുമോദിക്കുകയും കുഞ്ഞിനുള്ള സമ്മാനം കൈമാറുകയും ചെയ്തു. ഇന്നലെ തൃശൂർ പേരാമംഗലത്ത് വെച്ചായിരുന്നു ഓടുന്ന KSRTC ബസ്സിൽ വെച്ച് യുവതി പെൺകുഞ്ഞിന് ജന്മം നൽകിയത്. കേരളത്തിൽ ഈ ആഴ്ച 2 ദിവസം സമ്പൂർണ്ണ ഡ്രൈ ഡേ. ബിവറേജും ബാറും തുറക്കില്ല. കേരളത്തിൽ ഈ ആഴ്ച 2 ദിവസം തുള്ളിമദ്യം ലഭിക്കില്ല. 1-ാം തീയതിയും 4-ാം തീയതിയും കേരളത്തിൽ സമ്പൂർണ്ണ ഡ്രൈ ഡേ ആയിരിക്കുമെന്ന് അധികൃതർ അറിയിച്ചു. 1-ാം തീയതി സ്ഥിരം ഡ്രൈ ഡേ ആയതിനാലും 4-ാം തീയതി ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ ആയതിനാലുമാണ് സമ്പൂർണ്ണ മദ്യ നിരോധനമുള്ളത്. ഈ 2 ദിവസവും സംസ്ഥാനത്തെ മുഴുവൻ മദ്യവിൽപ്പനശാലകളും അടഞ്ഞുകിടക്കും. നേരത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിനോട് അനുബന്ധിച്ചും കേരളത്തിൽ 2 ദിവസം മദ്യനിരോധനമുണ്ടായിരുന്നു.
സംസ്ഥാനത്തെ എല്ലാ ബാറുകളും ബെവ്കോ ഷോപ്പുകളും 48 മണിക്കൂർ അടച്ചിട്ടിരുന്നു. വോട്ടെടുപ്പിന് മുന്നോടിയായി ഏപ്രിൽ 24 വൈകിട്ട് 6 മണിക്ക് അടച്ചിട്ട മദ്യവിൽപ്പനശാലകൾ വോട്ടെടുപ്പ് കഴിഞ്ഞ ശേഷം 26 വൈകിട്ട് 6 മണിക്കാണ് തുറന്നത്. ഇനി സ്പോർട്സ് വാർത്തകൾ. ഓസീസിനെതിരെ സന്നാഹത്തിൽ വിൻഡീസ് വെടിക്കെട്ട്. അടിച്ചെടുത്തത് 257 റൺസ്. വിജയം കൊയ്തത് 35 റൺസിന്. T20 ലോകകപ്പ് സന്നാഹ മത്സരത്തിൽ ഓസ്ട്രേലിയക്കെതിരെ ബാറ്റിംഗ് വെടിക്കെട്ട് തീർത്ത വെസ്റ്റ് ഇൻഡീസ്. ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിംഗിനെത്തിയ വിൻഡീസ് നിശ്ചിത ഓവറിൽ 4 വിക്കറ്റ് നഷ്ടത്തിൽ 257 റൺസാണ് അടിച്ചെടുത്തത്. ഓസീസിനാവട്ടെ വിൻഡീസിന്റെ സ്കോർ മറികടക്കാനായതുമില്ല. 7 വിക്കറ്റ് നഷ്ടത്തിൽ 222 റൺസ് എടുക്കാനാണ് ഓസീസിന് സാധിച്ചത്. വിൻഡീസിന്റെ വിജയം 35 റൺസിന്. പ്രധാന താരങ്ങളില്ലാതെയാണ് ഓസീസ് ഇറങ്ങിയത്. ഇനി ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക് 105.96 ഇന്ത്യൻ രൂപയാണ് ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക്. ഇതോടെ ഇന്നത്തെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. അടുത്ത ബുള്ളറ്റിനുമായി വരും മണിക്കൂറുകളിൽ കേട്ടുമുട്ടാം. നന്ദി, നമസ്കാരം. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി റേഡിയോ ലൈം ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും. Radio Lime.